भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ഭഗവത്ഗീത മൂന്നാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ നച സന്യസനാദ് ഏവ സിദ്ധിം സമധിഗച്ഛതി. പുരുഷഃ ഒരു വ്യക്തി. പുരുഷഃ എന്ന് പറഞ്ഞാൽ ശരീരം ധരിച്ചിരിക്കുന്ന ജീവി എന്നാണ് അർത്ഥം. ശരീരം എന്ന് വെച്ചാൽ പുരി. ആ പുരിയിൽ ഈശ എന്ന് വെച്ചാൽ പ്രഭു അല്ലെങ്കിൽ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല, ഈഷ ആ പുരിയിൽ നിവസിക്കുന്ന ജീവിക്കുന്ന ജീവി എന്നാണ് അർത്ഥം. അപ്പം പുരുഷ എന്ന് വെച്ചാൽ ആൺ പെൺ എന്നുള്ള അർത്ഥമല്ല. അപ്പം ഒരു വ്യക്തി കർമ്മണാം പ്രവർത്തനങ്ങൾ, അനാരംഭാത് ചെയ്യാതെ അല്ലാതെ പ്രവർത്തിക്കാതെ, നൈഷ്കർമ്മ്യം പ്രവർത്തനമില്ലാത്ത അവസ്ഥ, ന അശ്നുതേ ഒരിക്കലും പ്രാപിക്കില്ല. അതായത് ഏതൊരു വ്യക്തിയും പ്രവർത്തിക്കാതെ പ്രവർത്തന പ്രവണതയിൽ നിന്ന് മുക്തനാവില്ല. അതായത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് മുക്തനാവില്ല. കർമ്മം ചെയ്താൽ കർമ്മഫലം അനുഭവിക്കണം. അപ്പം കർമ്മം ചെയ്തില്ലെങ്കിൽ കർമ്മഫലം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാനല്ല നല്ലത് എന്ന് വിചാരിച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം കർമ്മഫലം ഉണ്ടാവുന്നത് ആസക്തി കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ള ആസക്തി കൊണ്ടാണ് കർമ്മഫലം ഉണ്ടാവുന്നത്. നിയമത്തിലും ഈ വിഷയം, നിയമത്തിലും അതായത് ലോയിലും ഈ വിഷയം അവർ സ്വീകരിക്കുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഇൻറ്റൻറ്റ്. എന്താണ് ഇച്ഛ? അപ്പോൾ ഒരു വ്യക്തി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വണ്ടീൻ്റെ മുന്നിൽ വരുന്നു. അവിടെ തന്നെ വണ്ടി തട്ടി മരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് ഒന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഈ വ്യക്തി ആഗ്രഹിച്ച് അല്ല കൊന്നത്, അത് അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ ഇൻറ്റൻറ്റ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കൽപ്പന എന്താണ്, അത് നിയമത്തിൽ പോലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് ഈ ഫലം വേണം എന്ന് പ്രവർത്തിക്കുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം നല്ല ഫലമായെങ്കിലും ദുഷ്ഫലമായെങ്കിലും ഞാൻ അനുഭവിക്കണം. പക്ഷേ കർമ്മം ചെയ്യാതെ എനിക്ക് കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മഫലത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രശ്നം കർമ്മമല്ല, ആസക്തിയാണ്. അപ്പോൾ കർമ്മം ചെയ്യാതിരുന്നാൽ നമ്മൾ അനാസക്തരാവുന്നില്ല. ഒരു വ്യക്തി, അത് എപ്പോഴും നമ്മൾ കാണുന്നതാണ്, അലസരായിരിക്കുന്ന വ്യക്തി ഒന്നും ചെയ്യാതെ വെറുതെ കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അവർക്ക്. എല്ലാവിടെയും കാണാം. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, കണ്ണഞ്ചേരിയിൽ അവിടെ ചായ പീടികയിൽ പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ സംസാരിച്ചിരിക്കുന്ന 7-8 യുവാക്കളിനെ കാണാൻ പറ്റുന്നു ഈ കണ്ണഞ്ചേരിയിൽ. ഒരു ജോലിയുമില്ല, വെറുതെ എന്തായി അവിടെ പോയി, ഇതെങ്ങനെയായി. അപ്പോൾ ഇവർക്കൊക്കെ അനാസക്തി ഉണ്ടെന്ന് പറയാൻ പറ്റും. നോൺ അറ്റാച്ച്മെൻറ്റ് ഒരിക്കലല്ല, പ്രവർത്തന ശേഷിയില്ല.
പ്രവർത്തിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അവർ മുക്തരാവില്ല. അതാണ് ഇവിടെ പറയുന്നത്, കർമ്മനാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ. ഒന്നും ചെയ്യാതെ വ്യക്തികളൊക്കെ എല്ലാം ജ്ഞാനികളല്ല. അങ്ങനെ ചില ആൾക്കാർക്ക് ധാരണയുണ്ട്. രമണ മഹർഷിൻ്റെ അടുത്ത് പോകുന്ന ചില ആൾക്കാർക്ക് അവർക്ക് ആത്മീയ ജീവിതം നയിക്കാനുള്ള ശേഷിയുണ്ടെന്ന് രമണ മഹർഷി കണ്ടെത്തിയ ആൾക്കാർക്ക് പറയും ഒന്നും ചെയ്യരുത് എന്ന്. പക്ഷെ അത് കണ്ട് എല്ലാവരും ഒന്നും ചെയ്യാതിരുന്നാൽ അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ കർമ്മനാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഉന്നത അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? ആ വ്യക്തിക്ക് തീരെ ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട്, തീരെ അനാസക്തനായിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്താലും കർമ്മഫലം ഉണ്ടാവില്ല. അപ്പോൾ അതും വീണ്ടും നിയമത്തിനോടൊപ്പം ഉപമിക്കാം. ഒരു ശിശു, ചെറിയ കുട്ടി, ആ കുട്ടി അറിയാതെ കയ്യിൽ കത്തി വന്നു എന്ന് വെച്ചോളൂ, ഒരു ഉദാഹരണം. ആ കത്തി കൊണ്ട് വേറൊരാളിനെ കുത്തി എന്ന് വെച്ചാലോ, ഒരിക്കലും ലോകത്തിൽ ഒരു നിയമവും ഒരു കോടതിയും ആ കുട്ടീനെ ശിക്ഷിക്കില്ല. കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷി ഇനിയും വളർന്നിട്ടേ ഇല്ല. ചിന്തിക്കാനും, അത് പറയും പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്താ ഗീതം വ്യാഖ്യാനിക്കുമ്പോൾ കൊലപാതകത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ശിക്ഷിക്കോ? ഒരിക്കലും ശിക്ഷിക്കില്ല. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള, ഞാൻ കൊല്ലണം എന്നുള്ള ശേഷി തന്നെ ആ ശിശുവിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ നൈഷ്കർമ്മ്യ പുരുഷ എന്ന് പറയുന്നത്. അവര് സാധനയിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയും നിയന്ത്രിച്ചിരിക്കുന്നതിനും കൂടെ അവർ എത്തുന്ന ഉന്നത അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് തീരെ ആഗ്രഹമില്ല. അതുകൊണ്ട് അവർക്ക് കർമ്മം, അവരെ ശരീരത്തിലൂടെ കർമ്മം ചെയ്താലും ഒരു കർമ്മബന്ധനവും ഉണ്ടാവുന്നില്ല. ഈ അവസ്ഥയെ കുറിച്ചാണ് വ്യാഖ്യാനിച്ച് സുരേശ്വരാചാര്യ ശങ്കരാചാര്യദേവൻ്റെ 4 ശിഷ്യൻ, ആദ്യത്തെ 4 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു വ്യക്തി സുരേശ്വരാചാര്യ നൈഷ്കർമ്മ്യ സിദ്ധി എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ അതെന്താ പറയുന്നത്? എങ്ങനെയാണ് കർമ്മബന്ധനത്തിനെ അതിക്രമിക്കാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ആ അവസ്ഥ ഒരിക്കലും കർമ്മം ചെയ്യാതെ പ്രാപിക്കാൻ പറ്റില്ല. അതായത് കർമ്മത്തിനെ മറികടക്കണമെങ്കിൽ കർമ്മത്തിലൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ? അനാസക്തരായി കർമ്മം ചെയ്ത്. കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? കർത്തവ്യം എന്ന് പറയും. അതായത് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്താണോ ജീവിതശൈലി, ആ ജീവിതശൈലിന് ശോഭിക്കുന്ന ഉചിതമായ കർമ്മം. ഒരു വ്യക്തി അധ്യാപകനാണെങ്കിൽ ആ വ്യക്തി അധ്യാപനം ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഈ അധ്യാപനം എന്നുള്ള ജോലി ആരാണ് തിരഞ്ഞെടുത്തത്? ആ വ്യക്തി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ സ്വധർമ്മം എന്ന് വെച്ചാൽ അതാണ്, അവനവൻ തിരഞ്ഞെടുക്കുന്ന ജീവിതം. അപ്പോൾ ആ വ്യക്തി അധ്യാപനം ചെയ്തിരിക്കണം. അങ്ങനെ അധ്യാപനം ചെയ്യുമ്പോൾ നല്ലോണം അധ്വാനിച്ച് എന്താണോ പഠിപ്പിക്കേണ്ടത് അതൊക്കെ നല്ലോണം പഠിച്ച് കുട്ടികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ അതേസമയം ഒരുപക്ഷെ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ട് വിഷമിക്കരുത്, വെപ്രാളപ്പെടരുത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ വരും, കർമ്മണി ഏവ അധികാരഹത്തെ മാ ഫലേഷു കഥാചന. നീ കർമ്മം മാത്രം ചെയ്യൂ, അതിൻ്റെ ഫലത്തിനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്ന്. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഭാരതീയ തത്വശാസ്ത്രത്തിൽ, ഇന്ത്യൻ ഫിലോസഫിയിൽ
പലതരത്തിലുള്ള വാദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാദം, തർക്കം, ജൽപ്പം, വിത്തണ്ഡം എന്ന്. അതിലെ ഏറ്റവും മോശമായതാണ് വിത്തണ്ഡം. അതായത് ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ തർക്കിക്കുക, ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ തർക്കിക്കുക. എന്തു പറഞ്ഞാലും അതിനെതിരെ പറയാം. അതിന് സംസ്കൃതത്തിൽ വേറൊരു വാക്കുണ്ട്, വേറെ പല ഭാഷകളിലും വാക്കുണ്ട്, കുതർക്കം എന്ന് പറയും. കു എന്ന് വെച്ചാൽ ചീത്ത, മോശമായ തർക്കം. കുതർക്കം എന്ന് പറയില്ലേ മലയാളത്തിൽ, അതുതന്നെയാണ് കുതർക്കം. അപ്പോൾ അങ്ങനെ വാദിക്കുന്ന ആൾക്കാർ പറയും, ഓ അപ്പോൾ ഒരു ജോലിയും ലക്ഷ്യബോധമില്ലാതെ ചെയ്യണം, കാരണം ചെയ്തിട്ട് ഫലമൊന്നും വേണ്ടല്ലോ, അപ്പം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന്. അതല്ല അവിടെ അർത്ഥം, അതല്ല അവിടെ അർത്ഥം. പ്രവർത്തിക്കാൻ മനുഷ്യൻ പേടിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് കച്ചവടം തുടങ്ങാൻ പറഞ്ഞാൽ ആൾക്കാർ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? കച്ചവടം തുടങ്ങാൻ എന്തുകൊണ്ടാണ്? നഷ്ടം വരുന്നു. അപ്പോൾ അതിൽ റിസ്ക് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? ഓരോ വ്യക്തിയും പ്രവർത്തിക്കാൻ പേടിക്കുന്നത് സ്വാഭാവികമായി നമുക്കുള്ളതാണ്. നമുക്കൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ വിഷമമാണ്. ചേഞ്ച് അത് ആർക്കും ഇഷ്ടമല്ല. അത് വീട്ടിലായാലും ശരി, വിദ്യാലയത്തിലായാലും ശരി, ഓഫീസിലായാലും ശരി, എവിടെയും ആർക്കും മാറാൻ ഇഷ്ടമല്ല. കാരണം അതിൽ നമ്മുടെ ഒരു രീതി അതൊക്കെ മാറി പോകുന്നല്ലോ. റിസ്ക്കാണ്. ഇതെന്താവോ, ഇതിലെന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പോൾ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം എന്തെങ്കിലും നഷ്ടപ്പെടോ എന്നുള്ള ഭയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ഭയം വേണ്ട എന്നാണ് പറയുന്നത്. ആ റിസ്ക് ഉണ്ടാകും എന്നുള്ള ചിന്ത വേണ്ട. കാരണം നിനക്കല്ല റിസ്ക് ഉണ്ടാവുന്നത്, നീ യഥാർത്ഥത്തിൽ ഈ ശരീരം, മനസ്സല്ല, നിന്റെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല. അപ്പം നിനക്കല്ല റിസ്ക് ഉണ്ടാവുന്നത്, നിനക്കല്ല നഷ്ടം ഉണ്ടാവുന്നത്. നഷ്ടം ഉണ്ടാകുന്ന പോലെ തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ നീയല്ല അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർമ്മം മാത്രം ചെയ്യൂ, അതിൻ്റെ ഫലം പ്രതീക്ഷിക്കേണ്ട. കാരണം ഫലം ഏതായാലും ഉണ്ടാവും. ഫലം ഓട്ടോമാറ്റിക്കാണ്, സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് വെപ്രാളപ്പെടണ്ട. അതേ ശ്ലോകത്തിൽ അവസാനം പറയുന്നു, രണ്ടാമത്തെ വരിയിൽ പറയുന്നു, പക്ഷെ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കേണ്ട. അതാണ് ഇവിടെ പറയുന്നത്. കർമ്മം ചെയ്യാതെ ഇരിക്കണ്ട. കർമ്മം ചെയ്യാതിരുന്നാൽ ഒരിക്കലും നമുക്ക് കർമ്മത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റില്ല. ഭഗവത്ഗീതയിൽ ഓരോ അധ്യായത്തിനെയും യോഗം എന്ന് പറയുന്നു. 18 യോഗങ്ങളുണ്ട്. അതിൽ 4 യോഗങ്ങളിനെ തിരഞ്ഞെടുത്ത് അതിന് വിവേകാനന്ദ സ്വാമികൾ വ്യാഖ്യാനം നൽകി. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. രാജയോഗം തന്നെയാണ് ഭഗവത്ഗീതയിൽ ധ്യാനയോഗം എന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ ധ്യാനയോഗത്തിൽ ഒരുപാട് ധ്യാനിച്ചാൽ നമുക്ക് പരമതത്വത്തിനെ കുറിച്ച് മനസ്സിലാവും, പരമധ്യാനമാവും. ഒരുപാട് ജ്ഞാന സാധന ചെയ്താൽ നമുക്ക് പരമജ്ഞാനം കിട്ടും. ഒരുപാട് ഭക്തി സാധന അനുഷ്ഠിച്ചാൽ നമുക്ക് പരാഭക്തി, അതായത് പരമതത്വത്തിലുള്ള ഐക്യം, അതോടുള്ള യോജിപ്പ്, അത് നമുക്ക് ഉണ്ടാവും. പക്ഷേ കർമ്മയോഗത്തിൽ ഒരുപാട് ജോലി ചെയ്താൽ, അനാസക്തരെ ജോലി ചെയ്താൽ കൂടുതൽ ജോലി പ്രാപിക്കും എന്നല്ല, കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തരാകും. അതാണ് വ്യത്യാസം. അവിടെ അതിൻ്റെ ലക്ഷ്യം കർമ്മത്തിൽ നിന്ന് തന്നെ മുക്തരാകുന്നതാണ്. അതാണ് അവിടെ ലക്ഷ്യം. അപ്പോൾ ഒരുപാട് കർമ്മം ചെയ്താൽ, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ ഉദാഹരണം നൽകുന്നു. എങ്ങനെയാണ്? ഒരു വ്യക്തി കുടുംബത്തിൽ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്തെങ്കിലും ആ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിനിരുത്തൽ അല്ലെങ്കിൽ വിവാഹം, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി, 28 അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ ആ കുട്ടീനെ എല്ലാവരും വിളിക്കും, ഇവിടെ വാടാ, അവിടെ വാടാന്ന്.
അപ്പോൾ ആ കുട്ടി എല്ലാ സ്ഥലത്തേക്കും പാഞ്ഞു ഓടിണ്ടാവും. കുറച്ച് വലുതാവുമ്പോൾ കുറവാകും കുറച്ച് ജോലി. അവസാനം കാരണവരാകുമ്പോൾ, ആ വീട്ടിൻ്റെ കാരണവരാകുമ്പോൾ ഇദ്ദേഹം ഒരു കസേരയിലിരുന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ ഇതായോ എന്താന്ന്. അപ്പോൾ അവിടെ അത്ര പ്രവർത്തിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ആത്മജ്ഞാനം കിട്ടുമ്പോൾ ആർക്കും പ്രവർത്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ദോഷമുണ്ടാവില്ല. ഈ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നാം മുക്തരാകും. അതുകൊണ്ട് അതാണ് നൈഷ്കർമ്മ്യ അവസ്ഥ, അതായത് കർമ്മമില്ലാത്ത അവസ്ഥ. അപ്പോൾ കർമ്മമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ അക്ഷരാർത്ഥം ആണെന്ന് വിചാരിച്ച് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കും. അതല്ല ഇവിടെ. അതാണ് ഇവിടെ ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല കർമ്മമില്ലാത്ത അവസ്ഥ. മാത്രമല്ല സന്യസനാത് ഏവ സിദ്ധിം ന സമധി ഗച്ഛതി. സിദ്ധി എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖമില്ലാത്ത അവസ്ഥ, വിഷമമില്ലാത്ത അവസ്ഥ. ഒരു വ്യക്തിക്ക് വേറെ ഒന്നും ആവശ്യമില്ലാത്ത അവസ്ഥ സിദ്ധി എന്ന് വെച്ചാൽ അതാണ്. ഇംഗ്ലീഷിൽ അതിനെ വിവർത്തനം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷെ പെർഫെക്ഷൻ എന്ന് പറയാം. സിദ്ധി എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണത, സമ്പൂർണമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും വേണം, അപ്പോളേ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അഭാവബോധം, അത് പൂർണ്ണതയല്ല. അപ്പം നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് തുണി വേണം, വീട് വേണം, ബന്ധങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്നിൽ ഞാനൊരു അഭാവബോധം അനുഭവപ്പെടുന്നു. സിദ്ധി എന്ന് വെച്ചാൽ എന്താണ്? സിദ്ധ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാവം അനുഭവിക്കാത്ത വ്യക്തി, എനിക്കിത് വേണം എന്ന് അനുഭവിക്കാത്ത വ്യക്തി. ചിലപ്പോൾ ആ വ്യക്തിയും വെള്ളമൊക്കെ ചോദിച്ചു എന്ന് വരും, പക്ഷെ അതല്ല. മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബോധപൂർവം ഒന്നും ആഗ്രഹങ്ങളില്ല, പരിപൂർണമായിരിക്കുന്നു. അതാണ് സിദ്ധ അവസ്ഥ. അപ്പോൾ സന്യസിച്ചാൽ, അതായത് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതൊന്ന്, ഈ ചുമതലയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സന്യസിക്കുക, ഔപചാരികമായി ആനുഷ്ഠാനികമായി സന്യസിക്കുക. അങ്ങനെ സന്യസിച്ചാൽ മാത്രം ഒരാൾ പൂർണ്ണമാവുന്നില്ല, അതായത് സന്യസിച്ചാൽ ഒരാൾ മുക്തനാവുന്നില്ല. ജോലി കുടുംബത്തിലിരുന്നാലല്ലേ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് കുടുംബമൊക്കെ ഉപേക്ഷിച്ച് സന്യാസി ആവാമെന്ന് പറഞ്ഞാൽ സന്യസിച്ചാൽ മാത്രം ഒരാൾക്ക് മുക്തി ഉണ്ടാവില്ല. ധ്യാനയോഗം 6-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. ആരാണോ കർമ്മഫലത്തിൽ തീരെ ആസക്തി ഇല്ലാതെ, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ, ആരാണോ എന്താണോ ചെയ്യേണ്ട കർത്തവ്യം അത് കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ ആരാണോ ചെയ്യുന്നത്, കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആരാണോ ചെയ്യുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി. സ സന്യാസി ച യോഗി ച ന നിരഗ്നി ന ച അക്രിയ. നിരഗ്നി എന്ന് വെച്ചാൽ സന്യാസം, ഔപചാരികമായി സന്യാസം സ്വീകരിക്കുമ്പോൾ അഗ്നിയിലൂടെ യജ്ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ആ സന്യാസം സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെ സന്യാസം സ്വീകരിക്കുന്ന വ്യക്തി അല്ല യഥാർത്ഥത്തിൽ സന്യാസി. അതുപോലെ അകർമ്മണ, അതായത് കർമ്മം ചെയ്യാത്ത വ്യക്തി, പ്രവർത്തിക്കാത്ത വ്യക്തി അല്ല യഥാർത്ഥത്തിൽ സന്യാസി. ആരാണ് യഥാർത്ഥത്തിൽ സന്യാസി? ആരാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി? അനാശ്രിത കർമ്മഫല കാര്യം കർമ്മ കരോതി യഃ. ആരാണോ കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, അതിൽ തീരെ ആശ്രയിക്കാതെ ആരാണോ കർമ്മം ചെയ്യുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സന്യാസി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്.
ആദ്യത്തെ വരിയിൽ പറഞ്ഞു കർമ്മം ചെയ്യാതിരുന്നാൽ നൈഷ്കർമ്മ്യ അവസ്ഥ പ്രാപിക്കുന്നില്ല. രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു സന്യസിച്ചാൽ മാത്രം സിദ്ധി പ്രാപിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരും, അപ്പോൾ സന്യാസം തെറ്റല്ലേ എന്ന്. അപ്പോൾ അതിന് ഉത്തരം എന്താണ്? ആത്മീയ വഴി ഒരു വ്യക്തി, ഒരു കുടുംബം 4 പേരുണ്ടെന്ന് വെച്ചോളൂ, അച്ഛൻ, അമ്മ, 2 മക്കൾ. ഇവർ നമ്മുടെ കോഴിക്കോടിൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ പാരഗൺ ആണല്ലോ. അപ്പോൾ പാരഗണിൽ പോകുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 4 പേരും തന്നെ അവരുടെ അടുത്ത് എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും ചിലപ്പോൾ ബിരിയാണി എന്ന് പറയും, അത് പോട്ടെ. പക്ഷെ എല്ലാവർക്കും ആ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലേ? എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കുടുംബത്തിൻ്റെ തന്നെ 4 അംഗങ്ങളായാലും അവർ ഞാൻ ഇതാണ് കഴിക്കേണ്ടതെന്ന് വ്യത്യസ്ത ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക്. അങ്ങനെ വളരെ സ്ഥൂലമായ, വളരെ ഭൗതിക തലത്തിലുള്ള ഭക്ഷണം എന്ന വിഷയത്തിൽ തന്നെ ഇത്ര വൈവിധ്യങ്ങളുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം വൈവിധ്യമുണ്ടാവും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, ഈ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ അത്ര മതങ്ങൾ ഉണ്ടാവണം. അപ്പം അത് വായിച്ചാൽ പലരും വിചാരിക്കും ഉള്ള മതങ്ങൾ കൊണ്ട് തന്നെ തല്ലും ബഹളവും മതിയാവുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയ ജീവിതത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതുകൊണ്ട് ചില ആൾക്കാർക്ക് കുടുംബ ജീവിതത്തിൽ ജീവിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. അതവരുടെ സ്വഭാവത്തിന് ചേരുന്നതല്ല. അതുകൊണ്ട് അവർക്ക് സന്യസിക്കാം. പക്ഷേ സന്യസിച്ചാൽ മാത്രം അവർ വലിയ സിദ്ധപുരുഷരാകുന്നു എന്നല്ല, അതല്ല. സന്യസിക്കുന്നതും ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ അവരുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മാത്രം അവർ സിദ്ധരാകുന്നില്ല. സിദ്ധർ ആരാണ് ആകുന്നത്? അനാസക്തരായിരിക്കും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ജോലി ചെയ്യാതിരിക്കുന്നതും സ്വന്തം സ്വരൂപത്തിൽ ലയിച്ചുകൊണ്ട് പൂർണ്ണത അനുഭവിക്കുന്നത്, രണ്ടും 2 കാര്യങ്ങളാണ്. അപ്പോൾ ജോലി ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് ആരും മഹാപുരുഷരാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ടും ആരും മോശമാവുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതായത് ജോലി ചെയ്യാതെ ഇരിക്കുന്നത് ഒരിക്കലും സമ്പൂർണമായിരിക്കുന്നതിൻ്റെ ലക്ഷണമല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഒരാൾ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊരു ചോദ്യം വരും. ഈ ഭഗവത്ഗീതയിലുള്ള എല്ലാ ശ്ലോകങ്ങളും അതിന് മുമ്പ് വരുന്ന ശ്ലോകത്തോടും തൊട്ടടുത്ത് വരുന്ന ശ്ലോകത്തോടും അതിന് ബന്ധമുണ്ട്. അതുപോലെ ഭഗവത്ഗീതേൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ വരുന്ന അവസാനത്തെ ശ്ലോകത്തിനും ഭഗവത്ഗീതയിൽ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിനും ബന്ധമുണ്ട്. ഈ ബന്ധം നല്ലോണം മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവത്ഗീതേൻ്റെ അർത്ഥം, അതിൻ്റെ പൊരുൾ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യത്തെ ഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈഃ ഗുണൈഃ. ജാതു ക്ഷണം അപി. ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും. സംസ്കൃതത്തിൽ ഓരോ വാക്കിനും പല അർത്ഥങ്ങളുണ്ട്. അതാത് സന്ദർഭത്തിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും, ക്ഷണം അപി, ക്ഷണം എന്ന് വെച്ചാൽ ഒരു മുഹൂർത്തം പോലും, ഒരു സെക്കൻഡ് പോലും, അപി പോലും, കശ്ചിത് ആർക്കും, അകർമ്മകൃത് ഒന്നും ചെയ്യാതെ, നഹി തിഷ്ഠതി, തിഷ്ഠതി ഇരിക്കാൻ, നഹി
ഹി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും, ന എന്ന് വെച്ചാൽ പറ്റില്ല. അതായത് ആർക്കും ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് പോലും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഉറങ്ങുന്നില്ലേ? ഇപ്പം എവിടെ ഉറങ്ങുന്ന ആരെങ്കിലും? നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാതല്ല ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കായിക തലത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നു, പക്ഷെ മാനസിക തലത്തിൽ അവിടെയും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാതെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പ്രകൃതി ജൈഹി ഗുണൈഹി, പ്രകൃതിയിൽ ഉള്ള. അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ നേച്ചർ എന്ന് പറയുന്ന ആ പ്രകൃതിയല്ല. ഈ ലോകം, പ്രപഞ്ചം, അതിനെ പ്രവർത്തിപ്പിക്കുന്ന തത്വം, അതാണ് പ്രകൃതി ഇവിടെ. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ശക്തിയിലുള്ള സ്വാഭാവിക ഗുണങ്ങൾ കൊണ്ട്, എന്ത് ഗുണമാണ്? 3 ഗുണങ്ങളാണ്. എന്താണ് 3 ഗുണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആദ്യത്തെ ഗുണം സമാധാനം, ശാന്തത, ഇതിനെയൊക്കെ ലക്ഷണങ്ങളായി കൊണ്ട ഗുണമാണ്. രണ്ടാമത്തെ ഗുണം വെപ്രാളം, പ്രവർത്തനം, ആവേശം, ഇതിനെയൊക്കെ ലക്ഷണങ്ങളായി കൊണ്ട ഗുണമാണ്. മൂന്നാമത്തെ ഗുണം അലസത, അന്ധകാരം, അജ്ഞാനം, ഇതിനെയൊക്കെ ലക്ഷണങ്ങളായി കൊണ്ട ഗുണമാണ്. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളും പ്രപഞ്ചത്തിലുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ആ 3 ഗുണങ്ങളുടെയും മിശ്രണമാണ്, കലർന്ന അവസ്ഥയാണ് എല്ലാവരിലും ഉള്ളത്, ജീവിയിലും ജീവനില്ലാത്ത വിഷയങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ കാരണം, പിന്നെ നമ്മുടെ പ്രകൃതി എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. എന്താണ് പ്രകൃതി? നമ്മുടെ സ്വഭാവം. എന്ത് സ്വഭാവം? സ്വഭാവം എങ്ങനെയാണ് വരുന്നത്? വിവേകാനന്ദ സ്വാമികൾ വളരെ നന്നായി പറയുന്നു. ക്യാരക്ടർ, ചാരിത്രം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? നമ്മുടെ ശീലങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ചാരിത്രം, സ്വഭാവം. ക്യാരക്ടർ ഇസ് എ ബണ്ടിൽ ഓഫ് ഹാബിറ്റ്സ്. അപ്പോൾ ഓരോ ശീലങ്ങൾ, എല്ലാ ശീലങ്ങളിലെയും സമഗ്രമായി നമ്മൾ കാണുമ്പോൾ അതാണ് നമ്മുടെ ചാരിത്രം, നമ്മുടെ സ്വഭാവം. അപ്പോൾ സ്വഭാവ രൂപീകരണം അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നാം എന്തൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അതൊക്കെ നമ്മെ സ്വാധീനിക്കുന്നു. നാം നല്ലത് ചെയ്ത, വിവേകാനന്ദ സ്വാമികൾ പറയും, ഒരു വ്യക്തി ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ, കുറേ കാലം ചെയ്തുകൊണ്ടിരുന്നാൽ ആ വ്യക്തി പിന്നീട് ഭാവിയിൽ ദുഷ്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. വിചാരിച്ചാൽ പോലും ആ വ്യക്തിക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ദുഷ്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്ത വ്യക്തി, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്ത വ്യക്തി വിചാരിച്ചാൽ പോലും ചീത്ത കർമ്മം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നല്ല കർമ്മങ്ങളുടെ ശക്തി, അതിൻ്റെ ഊർജം ആ വ്യക്തിയെ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിയും എന്താണോ ചെയ്യുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ആ ചിന്തയും പ്രവർത്തനങ്ങളും ആ വ്യക്തിയുടെ സ്വഭാവമായി മാറുന്നു. ആ സ്വഭാവം അനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് കർമ്മയോഗം എന്നുള്ള വ്യാഖ്യാന പ്രഭാഷണ പരമ്പരയിൽ തുടക്കത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. അത് കായിക പ്രവർത്തനം മാത്രമല്ല, ചിന്തിക്കുന്നത് പോലും കർമ്മമാണ്. അപ്പം ഇവിടെ എല്ലാ വ്യക്തികളും വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു. അപ്പോൾ അതിന് കാരണം എന്താണ്? അവരുടെ പ്രവർത്തനം. അപ്പോൾ ഈ പ്രവർത്തനം, അതിൽ നിന്നുണ്ടാവുന്ന ഫലം, ആ ഫലം കാരണമാണ് ജനിക്കുന്നത്, മരിക്കുന്നത്.
അപ്പോൾ ആ ഫലം കുറവാക്കണമെങ്കിൽ പ്രവർത്തനം കുറവാക്കാൻ പറ്റില്ല, പാടില്ല. ആസക്തി കുറവാക്കണം, പിന്നെ പ്രവർത്തനത്തിൻ്റെ രീതി കുറവാക്കണം. 2 കാര്യങ്ങളാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, നല്ല കർമ്മങ്ങളും ബന്ധനമാണ്, ചീത്ത കർമ്മങ്ങളും ബന്ധനമാണ്. ചങ്ങല ഇരുമ്പിൻ്റെ ആയാലും സ്വർണത്തിൻ്റെ ആയാലും ചങ്ങല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കർമ്മങ്ങളുണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടില്ല, ചീത്ത കർമ്മങ്ങളുണ്ടായാലും മുക്തി കിട്ടില്ല. അതുകൊണ്ട് കർമ്മത്തിൽ ആസക്തരാകാതെ, അപ്പോൾ കർമ്മത്തിൽ ആസക്തരാകാതെ എന്ന് വെച്ചാൽ അവർ അലസരാകണം എന്നല്ല. ലോക ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, തീരെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ് സമൂഹത്തിന് ഒരുപാട് സംഭാവന നൽകിയിരിക്കുന്നത്. അത് ഏത് മേഖലയിലായാലും. ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ് കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ആ സയൻറ്റിസ്റ്റിന് തന്നെ എന്ത് സമ്മാനം പുരസ്കാരം കിട്ടുമെന്നൊന്നും ചിന്തിക്കാതെ രാവും പകലും ലബോറട്ടറിയിലിരുന്ന് പ്രവർത്തിച്ചാൽ തോമസ് ആൽവ എഡിസൺ ആവാൻ പറ്റും. അപ്പോൾ ഒരു എഡിസൺ ഇത്രയും അധികം സംഭാവന എങ്ങനെ നൽകി? കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാവിയെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹമുള്ള കുടുംബത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹം എടുത്ത പ്രവർത്തനത്തിന് മാത്രം ശ്രദ്ധിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ ഫലം എങ്ങനെയാവുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് കുറേ ശാസ്ത്രജ്ഞന്മാർ, വേറൊരാൾ റൊണാൾഡ് റോസ്, അങ്ങനെ പല ആൾക്കാരും എല്ലാം മാറ്റിവെച്ച് ഏകാഗ്രതയോടുകൂടി അവരെന്താണോ ഏറ്റെടുത്തിരിക്കുന്നത് അത് അവർ നിർവഹിച്ചു പോയപ്പോൾ അവർ വലിയ മഹാപുരുഷരായി. അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് നമുക്ക് അനാസക്തരാവാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം വരല്ലോ. പ്രവർത്തിക്കണം, പക്ഷെ പ്രവർത്തിച്ച് അവസാനം പ്രവർത്തനത്തിൻ്റെ തലത്തിൽ നിന്ന് മറികടന്ന് ഉന്നത തലത്തിലേക്ക് പോകണം. അതെങ്ങനെ ചെയ്യും? അപ്പം അതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ, 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ. വിവേകാനന്ദ സ്വാമികൾ പറയും, ആത്മീയ ജീവിതത്തിൽ വരുന്ന വ്യക്തികളിൽ 85% ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ടില്ല മിഥ്യാചാരികളാണ്, ഹിപ്പോക്രിറ്റ്, കാപട്യർ, കള്ളത്തനം പറയുന്ന ആൾക്കാർ 85%. പിന്നെ 10% ആൾക്കാർക്ക് സമനില തെറ്റും, അതായത് അവർ സാധാരണ വട്ടുപിടിക്കും എന്നൊക്കെ പറയുന്നത്. 5% ആൾക്കാർക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ആത്മീയ ജീവിതം. യഹ ആരാണോ കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മ ഇന്ദ്രിയങ്ങൾ, നമുക്ക് 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. നാവ്, കയ്യ്, കാല് എന്നൊക്കെ തുടങ്ങി 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ഈ 5 കർമ്മേന്ദ്രിയങ്ങളെ ആരാണോ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിലൂടെ നിയന്ത്രിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു വ്യക്തി അവിടെ പോകണം എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ മനസ്സിനെ ഉപയോഗിച്ച് ആ വ്യക്തി തീരുമാനിക്കുന്നു പോവില്ല. അപ്പം അത് ഇംഗ്ലീഷിൽ പറയും ഇൻഫോംഡ് ചോയ്സ്, ഇൻഫോംഡ് ഡിസിഷൻ. പോയാൽ എനിക്കിത് കിട്ടും, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹമുണ്ടാവാം, ആ തിരിച്ചറിവുണ്ടാവാം, പക്ഷെ പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അതാണ് നിയന്ത്രണം. അല്ല പോകാൻ മടിച്ചിട്ട് ഇരിക്കുന്നതല്ല. മനസ്സിലൂടെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ ആസ്തേ. പക്ഷെ അങ്ങനെ ചെയ്ത് ഒരു വ്യക്തി മനസ്സിലൂടെ പോകില്ല എന്ന് വിചാരിച്ച്, പക്ഷെ ആ മനസ്സ് ഉപയോഗിച്ച് ഇന്ദ്രിയ അർത്ഥാൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങൾ, അർത്ഥ എന്ന് വെച്ചാൽ വിഷയം. അപ്പോൾ കണ്ണിന് കാഴ്ച,
നാവിന് രുചി, തൊലിക്കെട്ടിന് സ്പർശം, അങ്ങനെ ഇന്ദ്രിയ വിഷയം. ആരാണോ പ്രവർത്തിക്കാതെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, പക്ഷേ മനസ്സിലൂടെ ആ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് സ്മരൻ ആസ്തെ, ഒന്നും ചെയ്യാതെ ഇരുന്നുകൊണ്ട് സ്മരിക്കുന്നു. അപ്പം ഇതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? 4-ാമത്തെ ശ്ലോകത്തിൽ കർമ്മം ചെയ്യാതെ ഇരുന്നാൽ മാത്രം ഒരാൾ നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണത്. ഒരു വ്യക്തി കർമ്മം ചെയ്യുന്നില്ല, പക്ഷെ ആ കർമ്മ ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഒരു വ്യക്തി കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നില്ല, മിണ്ടാതെ ഒരു സ്ഥലത്തിരിക്കുന്നു, പക്ഷേ ആ കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം ഇവിടെ ഒന്നും അനങ്ങാതെ ചേർന്നിരുന്നുകൊണ്ട് ലണ്ടനിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വെനസ്വേല, ഇപ്പോൾ വെനസ്വേലാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്, വെനസ്വേല, അപ്പോൾ വെനസ്വേലയിൽ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി എന്താണ്? ആ വ്യക്തി കർമ്മ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു എന്ന് വിചാരിക്കുന്നു, പക്ഷെ മനസ്സിൻ്റെ തലത്തിൽ ആ കർമ്മേന്ദ്രിയങ്ങളുടെ എന്താണോ വിഷയം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ആരാണ്? വിമൂഢ ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ മനസ്സ്, കുഴപ്പത്തിലുള്ള മനസ്സുള്ള ആളാണ് അയാൾ. കുഴപ്പം പിടിച്ച മനുഷ്യനാണ്. മിഥ്യാചാര, ഹിപ്പോക്രറ്റാണ് അയാളൊരു മിഥ്യാചാരിയാണ്. ഉച്യത്തെ എന്ന് പറയും. അപ്പോൾ ഇവിടെ പുറത്ത് പ്രവർത്തിക്കാതിരുന്നാൽ മാത്രം പോരാ, മനസ്സിൻ്റെ തലത്തിൽ പോലും ആ പ്രവർത്തനത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടാവാൻ പാടില്ല, ഫലത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടാവാൻ പാടില്ല. പുറത്ത് മാത്രം പ്രവർത്തിക്കാതിരുന്നാൽ പോരാ. അതുകൊണ്ട് തന്നെയാണ് ആത്മീയ ആചാര്യന്മാരൊക്കെ എല്ലാം പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. അവർ മനസ്സിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അത് മനസ്സിൻ്റെ തലത്തിൽ ചിന്ത നന്നാവണം എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ തലത്തിൽ, മനസ്സിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി പുറത്ത് പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു കപടനാണ്, കള്ളനാണ്, നുണ പറയുന്ന വ്യക്തിയാണ്. പക്ഷേ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യസ്തു ഇന്ദ്രിയാണി മനസ നിയമ്യ ആരഭത്തെ അർജുന കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. പക്ഷേ അർജുന, യഹ ആരാണോ, തു എന്ന് വെച്ചാൽ പക്ഷേ, ഇന്ദ്രിയാണി മനസാ നിയമ്യ ഇന്ദ്രിയങ്ങളെ മനസ്സിലൂടെ നിയന്ത്രിച്ചുകൊണ്ട്, അസക്തഃ അനാസക്തരായിരിക്കുന്നത്, കർമ്മേന്ദ്രിയൈഹി അങ്ങനെയുള്ള ഒരു വ്യക്തി കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മയോഗം ആരഭത്തെ, ഒരു ആസക്തിയുമില്ലാതെ ഒരു അറ്റാച്ച്മെൻറ്റുമില്ലാതെ അനാസക്തരായി കർമ്മ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി, ആ വ്യക്തി വിശിഷ്യത്തെ, ആ വ്യക്തി പുരോഗമിക്കുന്നു മാത്രമല്ല ആ വ്യക്തിയുടെ പ്രവർത്തനത്തിൽ മികവ് ഉണ്ടാകുന്നു, മികച്ച പുരോഗമനം ഉണ്ടാകുന്നു. ആ വ്യക്തി വിശിഷ്യത്തെ. എന്തുകൊണ്ട്? കാരണം ആ വ്യക്തിക്ക് ആസക്തി ഇല്ല, അനാസക്തനായിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അനാസക്തനായിരിക്കുന്ന വ്യക്തി പുറത്ത് കർമ്മം ചെയ്തെങ്കിലും മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി കൂടുതൽ പുരോഗമിക്കുന്നു ആത്മീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവുന്നതിലൊക്കെ പുരോഗമിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നിയതം കുരു കർമ്മത്വം
കർമ്മ ജ്യായോ ഹി അകർമ്മണഃ ശരീരയാത്രാപി ചതേ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ. അതായത് ത്വം നിയതം കർമ്മ കുരു, നീ, ഇപ്പോൾ അർജുനൻ്റെ അടുത്താ പറയുന്നത്, നീ നിയതം എന്താണോ നീ ചെയ്യേണ്ടത്, കർമ്മ അങ്ങനെയുള്ള കർമ്മങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, കർത്തവ്യങ്ങൾ കുരു ചെയ്യൂ. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് ഉള്ളത്. നിത്യകർമ്മം, അതായത് ദിവസം അല്ലെങ്കിൽ ഒരു കാലികമായി ചെയ്യേണ്ട കർമ്മങ്ങൾ. നിത്യകർമ്മം എന്ന് വെച്ചാൽ എന്താണ്? കുളിക്കണം. അതല്ല വേദത്തിൽ ഉദ്ദേശിക്കുന്ന ആ കർമ്മങ്ങളല്ല, പക്ഷേ വളരെ ലൗകിക പ്രായോഗിക തലത്തിൽ പറഞ്ഞാൽ കുളിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ നിത്യകർമ്മം. ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം, അതും നിത്യകർമ്മമാണ്. കാരണം അത് മാസത്തിലൊരു ദിവസം അല്ലെങ്കിൽ 2 മാസത്തിലൊരു ദിവസം അടയ്ക്കണ്ടേ? വേണ്ട, അടയ്ക്കണ്ട, അതടയ്ക്കണം. അങ്ങനെ തുടർന്ന് ചെയ്യേണ്ട കർമ്മങ്ങളാണ് നിത്യകർമ്മം. അത് ഗുണമായാലും ദോഷമായാലും ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാവും. അതാണ് നിത്യകർമ്മം. നൈമിത്തിക കർമ്മം എന്താണ്? നിമിത്തം, ഒരു കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ വരുന്ന കർമ്മം. ഒരു പ്രത്യേക ഉത്സവം ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ ഉത്സവ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യാതെ വന്നു, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു. അതാണ് നൈമിത്തിക കർമ്മം. പക്ഷെ വേറൊരു കർമ്മം, നിഷിദ്ധ കർമ്മം, ചെയ്യാൻ പാടാത്ത കർമ്മം, ചെയ്യരുത്, അരുതാത്ത കർമ്മം, നിഷിദ്ധ കർമ്മം. അങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പം ഇവിടെ നിയതം കുരു കർമ്മ, നിനക്ക് എന്താണോ ഈ പറഞ്ഞ നിത്യ നൈമിത്തിക കർമ്മത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണോ നീ ചെയ്യേണ്ടത് ആ കർമ്മങ്ങളൊക്കെ ചെയ്യൂ. കാരണം കാരണം അകർമ്മണഃ കർമ്മജ്യായഃ, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും അകർമ്മനഃ, അതായത് ഒന്നും ചെയ്യാത്ത അവസ്ഥയിനേക്കാളും കർമ്മം ചെയ്യുന്നത് ജ്യായഃ, അത് ഉയർന്ന അവസ്ഥയാണ്. കാരണം ശരീരയാത്രാപി, ശരീരത്തിനെ സംരക്ഷിക്കുന്നത് പോലും, ശരീരയാത്ര എന്ന് വെച്ചാൽ ഇവിടെ സംരക്ഷണം, ശരീര സംരക്ഷണത്തിന് പോലും ന പ്രസിദ്ധ്യേത്, സാധ്യമല്ല. പ്രസിദ്ധ്യേത് സാധ്യം, ന സാധ്യമല്ല. അകർമ്മണഃ, ഒന്നും ചെയ്യാത്ത വ്യക്തിക്ക് ശരീരത്തിനെ പോലും സംരക്ഷിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കണം, ശരീരത്തിനെ വൃത്തിയായി വെച്ചിരിക്കണം, രോഗം വരാതെ നോക്കണം. അപ്പോൾ ഒന്നും ചെയ്യാത്ത വ്യക്തിക്ക് ശരീരത്തിനെ പോലും സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാത്തതിനേക്കാളും കർമ്മം ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നല്ല പറയും. നിയതം കുരു കർമ്മ, എന്താണോ നീ ചെയ്യേണ്ടത്, കർത്തവ്യം എന്താണോ അത് ചെയ്യ്. അല്ലാതെ ഒരു തോക്കെടുത്ത് കാണുന്ന ആൾക്കാരനെയൊക്കെ ചുടണം, അങ്ങനെ കുറേ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. തോക്കെടുത്തിട്ട് ഇങ്ങനെ എല്ലാവരെയും ചുട്ടു, അപ്പോൾ ഒരു സമാധാനമായി. സമാധാനമൊന്നും ആവുന്നില്ല. അപ്പം അങ്ങനെയല്ല പറഞ്ഞത്. നിയതം കുരു കർമ്മത്വം, അതായത് എന്താണോ നീ ചെയ്യേണ്ടത് ആ കർമ്മം ചെയ്യൂ. പിന്നെ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഒരു കാരണം പറഞ്ഞു, ശരീരത്തിനെ പോലും സംരക്ഷിക്കണമെങ്കിൽ കർമ്മം ചെയ്യണം. അതല്ലാതെയും ചില കാരണങ്ങളുണ്ട് കർമ്മം ചെയ്യാൻ. എന്താണ് കാരണം? യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥാത് കർമ്മണഃ,
അന്യത്ര അയം ലോകഃ കർമ്മബന്ധനഃ. കൗന്തേയ, കൗന്തേയ എന്ന് വെച്ചാൽ കുന്തിയുടെ മകൻ, കുന്തിയുടെ മകൻ കൗന്തേയ. അപ്പോൾ അർജുന, കൗന്തേയ, കുന്തിപുത്രനെ. എന്താണ്? യജ്ഞാർത്ഥാത് കർമ്മനഃ. ഏത് കർമ്മങ്ങളാണോ ഏത് പ്രവർത്തനങ്ങളാണോ യജ്ഞത്തിന് വേണ്ടി ചെയ്യുന്നത്. യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? അപ്പം യജ്ഞത്തിനെ കുറിച്ച് ഒരുപാട് വേദങ്ങളിലും പുരാണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷ്ണുരേവ യജ്ഞം എന്ന് വേദം പറയുന്നു. അതായത് യജ്ഞം വിഷ്ണു തന്നെയാണ് എന്ന്. അപ്പം യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി 5 തരത്തിലുള്ള യജ്ഞം ചെയ്യണം എന്നാണ് അർത്ഥം. യജ്ഞത്തിൻ്റെ സാധാരണ അർത്ഥം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ എന്നാണ്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ആണ് യജ്ഞം. പക്ഷെ അതല്ലാതെ 5 പ്രകാരമുള്ള 5 വിധമുള്ള യജ്ഞങ്ങളുണ്ട്. എന്താണത്? ദേവയജ്ഞം, ദേവന്മാരെ പൂജിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക എന്ന് വെച്ചാൽ വരുണ ഭഗവാൻ, ജലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഭഗവാൻ, വായു ഭഗവാൻ, വായുവിൽ തന്നെയാണ് വായു ഭഗവാൻ. കൊടുങ്കാറ്റൊന്നും വരാതെ നോക്കുകയാണെങ്കിൽ വായു ഭഗവാൻ. അങ്ങനെ ഓരോ മിനിസ്റ്റർ ഉണ്ട്, ഓരോ വകുപ്പുണ്ട്, അവരിനൊക്കെ ഒന്ന് സന്തോഷപ്പെടുത്താം. അതാണ് ദേവയജ്ഞം. പിന്നെ പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പൂർവികരാരാണോ അവർക്ക് നമ്മൾ ആരാധന, പൂജ, നിവേദനം, അതാണ് പിതൃയജ്ഞം. പിന്നെ ഋഷിയജ്ഞം. ഋഷി എന്ന് വെച്ചാൽ ആരാണ്? ഗുരു ആചാര്യന്മാർ, അവരെയൊക്കെ ആരാധിക്കുന്നതും അവരുടെ സേവനം ചെയ്യുന്നതും അത്. പിന്നെ എന്താണ്? ഭൂയജ്ഞം. ഭൂയജ്ഞം എന്ന് വെച്ചാൽ മറ്റ് ജീവികൾ, മനുഷ്യനല്ലാതെ മറ്റ് ജീവികളെ സേവിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന യജ്ഞം, അതൊരു യജ്ഞമാണ്. അവസാനം നൃയജ്ഞം, മറ്റ് മനുഷ്യരെ സഹായിക്കുന്ന, അവരെ കാര്യങ്ങൾ നോക്കുന്ന യജ്ഞം. അങ്ങനെ 5 പഞ്ചയജ്ഞം എന്ന് പറയും, പഞ്ചമഹായജ്ഞം. ഓരോ ദിവസവും ഓരോ വ്യക്തിയും ഈ 5 യജ്ഞങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് യജ്ഞം എന്ന് പറഞ്ഞാൽ? ഇത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, പരാർത്ഥത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം യജ്ഞമല്ലാതെ ബാക്കി എല്ലാ കർമ്മങ്ങളും, അന്യത്ര അതല്ലാതെ മറ്റ് കർമ്മങ്ങളൊക്കെ, അയം ലോകഃ ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ, കർമ്മബന്ധനഃ അവരൊക്കെ ആ കർമ്മങ്ങളൊക്കെ, ആ പ്രവർത്തനങ്ങളൊക്കെ കർമ്മഫലത്താൽ കുടുങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ചെയ്താൽ കർമ്മബന്ധനമുണ്ടാവും, ബന്ധനമുണ്ടാവും. ഈ യജ്ഞമല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മെ ബന്ധനത്തിൽ കൊടുക്കും. അതുകൊണ്ട് കൗന്തേയ, കുന്തി പുത്ര, തദർത്ഥം മുക്തസംഗഃ കർമ്മ സമാചര ചെയ്യൂ. എങ്ങനെ? എന്ത് ചെയ്യണം? കർമ്മം എന്താണോ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം അത് ചെയ്യൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? മുക്തസംഗഃ അനാസക്തരായിട്ട് കർമ്മം ചെയ്യണം, വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്. മുക്തസംഗഃ. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്, അറ്റാച്ച്മെൻ്റ് ആണ് പ്രശ്നം. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗൂഗിൾ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ ഗൂഗിൾ അമ്മയെ പറഞ്ഞു തരും, ഒരുപാടുണ്ടാവും. ചാറ്റ് GPT പറയും, പക്ഷെ ചാറ്റ് GPT ഒക്കെ പറയുമ്പോൾ ചിലതൊക്കെ സങ്കല്പമായിരിക്കും, വിശ്വസിക്കാൻ പറ്റില്ല. ഗൂഗിൾ അമ്മയെ ഉള്ളത് എന്തൊക്കെ ഇൻ്റർനെറ്റിലുള്ളത് അതെടുത്ത് കാണിക്കും. അപ്പോൾ അതിൽ ഒരുപാട് വിവാദങ്ങളും വാദങ്ങളൊക്കെ ഉണ്ട്. അതിന് ഭൂരിപക്ഷം കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഗീതയിൽ പറഞ്ഞു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിൽ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണ്ട, ഗീത വേണ്ട. ലോകം മുഴുവനും ഡോക്ടർമാർക്കുള്ള അസോസിയേഷൻസ്, ലോകം മുഴുവൻ എത്ര ഡോക്ടർ ഉണ്ടോ എല്ലാവർക്കും ഒരു മെഡിക്കൽ അസോസിയേഷൻ ഉണ്ടാവുമല്ലോ.
മെഡിക്കൽ ഡോക്ടറാണെങ്കിൽ മെഡിക്കൽ അസോസിയേഷൻ, ഡെൻറ്റൽ ഡോക്ടറാണെങ്കിൽ ഡെൻറ്റൽ അസോസിയേഷൻ. അങ്ങനെ എല്ലാ അസോസിയേഷനിലും ഒരേപോലെ ഉള്ള ഒരു നിയമമുണ്ട്. അവർ നൈതിക മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഡോക്ടർ അസോസിയേഷനും എല്ലാ മെഡിക്കൽ അസോസിയേഷനും ഒരേപോലെ പരാമർശിക്കുന്ന ഒരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? നിങ്ങളുടെ കിത്ത് ആൻഡ് കിൻ, അതായത് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തിനെയോ ഒക്കെ ചികിത്സിക്കരുത്. യു ഷുഡ് നോട്ട് ട്രീറ്റ് യുവർ കിത്ത് ആൻഡ് കിൻ. അപ്പോൾ പറയാം, അതെന്താ അത്? എല്ലാ ഡോക്ടറും അവരുടെ കുടുംബത്തിൽ അവർ ചികിത്സിക്കുന്നുണ്ടല്ലോ, അതാണല്ലോ നമ്മൾ കാണുന്നത്. ശരിയാണ്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഇത് നിയമപരമായി കോടതിയിൽ പോയാൽ, ആ ഡോക്ടർ അങ്ങനെ ചികിത്സിച്ചെങ്കിൽ അദ്ദേഹം കുടുങ്ങും. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ലൈസൻസ് പോലും പോവും. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു, ആ ഡോക്ടർ സർജനാണ്, അവിടെ ആ സർജറി ആവശ്യമാണെങ്കിൽ നിയമപരമായി ആ ഡോക്ടർ ആ സർജറി ചെയ്യരുത്. എന്തുകൊണ്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്? കാരണം അങ്ങനെ നമ്മൾ എന്തിലാണോ നമുക്ക് താല്പര്യമുള്ളത് അതിൻ്റെ ഫലത്തിൽ താല്പര്യമുണ്ട്. കാരണം സ്വന്തം അച്ഛന് മകളോ മകനോ നന്നാവണം താല്പര്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ താല്പര്യമുള്ള സ്ഥലത്ത് അദ്ദേഹം സർജറിയോ ചികിത്സയോ ചെയ്താൽ അദ്ദേഹത്തിന് നിഷ്പക്ഷമായി അൺബയസ്ഡ് ആയിട്ട് ചികിത്സയോ സർജറിയോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കൈയൊക്കെ വിറയ്ക്കും, അപ്പോൾ എല്ലാം തെറ്റിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നിയമമുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ ഗീത പഠിച്ചിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അൺഅറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് ആവശ്യമാണ്. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ, സർക്കാരിലും അതേപോലെ എല്ലാ രാജ്യങ്ങളിലും ഒരു നിയമമുണ്ട്. എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു കമ്പനിയുടെ CEO ആണ്. ആ കമ്പനി കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ വ്യക്തി ഒരു കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റീൻ്റെ അംഗം കൂടിയാണ്. അപ്പോൾ ഈ കോളേജിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്ന യോഗത്തിൽ, അഥവാ ഈ വ്യക്തിൻ്റെ കമ്പനിയും അവിടെ കമ്പ്യൂട്ടർ കൊടുക്കാൻ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യോഗത്തിൽ ഈ വ്യക്തിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. മാത്രമല്ല ആ ടെൻഡർ തന്നെ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ വ്യക്തി അത് തീരുമാനിക്കുന്ന സമിതിയുടെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ അംഗം കൂടിയാണ്. ആ കമ്പനി, ഏത് കമ്പനിയാണോ ഇത് വിൽക്കുന്നത് അതിൻ്റെ മേധാവിയും കൂടിയാണ്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. നമ്മുടെ രാജ്യത്തിൽ പല പോസ്റ്റ് അത് വേണമെങ്കിൽ വേറെ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടാവാൻ പറ്റില്ല. പ്രോഫിറ്റ്, ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുന്ന ഏതൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും ഒരു നിയമമുണ്ട്. കാരണം അങ്ങനെ ചെയ്താൽ ഇദ്ദേഹത്തിന് നിഷ്പക്ഷമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, അൺബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും അറ്റാച്ച്മെൻറ്റ്, നോൺ അറ്റാച്ച്മെൻറ്റ്, അതിനെക്കുറിച്ച് പറയുന്നു. ഈ രണ്ട് നിയമങ്ങളും ഗീതയൊന്നും വായിച്ചിട്ടല്ല ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണ്. നമ്മൾ ഏത് ഫലത്തിനെ കുറിച്ചാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹിച്ച് നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ ആ ഫലം നമുക്ക് കിട്ടാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുക്തസംഗഃ സമാചര, ഒന്നും ഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കൂ. ഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കൂ. അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയും. നേടാൻ കഴിയുമെന്ന് വെച്ചാൽ ലൗകിക രീതിയിലല്ല, പക്ഷേ നിങ്ങൾക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയും. ഇവിടെ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, യോഗഃ കർമ്മസു കൗശലം. യോഗം എന്താണ്? കർമ്മത്തിൽ കഴിവാണ്. അതായത് കർമ്മം ചെയ്യേണ്ട കൗശലമാണ്.
അപ്പോൾ കൗശലം എന്ന് വെച്ചാൽ അവിടെ എന്താണ്? എഫിഷ്യൻസിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. കർമ്മം ചെയ്തെങ്കിലും അതിൽ കുടുങ്ങാതിരിക്കുന്നത്, അതായത് അതിൽ ആസക്തരായിരിക്കാത്ത അവസ്ഥ, അതാണ് യോഗ. യോഗ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്നു പക്ഷെ അതിൽ ആസക്തരാവുന്നില്ല. അതാണ് യോഗ കർമ്മസു കൗശലം. അപ്പം അങ്ങനെ നമുക്ക് കർമ്മം ചെയ്യാൻ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ ഉണ്ടാവില്ല. ബന്ധനമുണ്ടായാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് ദുഃഖമുണ്ടാവും, വിഷമമുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.